സുഹൃത്തുക്കളെ, മോഹൻലാൽ മാപ്പ് പറയാൻ പോകുന്നു. മാപ്പ് ഗംഭീര മാപ്പ്. ബ്രേക്കിംഗ്. ആനക്കൊമ്പ് കേസിൽ പൊതുമാപ്പിനായി നടൻ മോഹൻലാലിന്റെ അപേക്ഷ. ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി. വനം വകുപ്പിന്റെ ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം ഉപയോഗിച്ചാണ് നടപടി. ഉദ്യോഗസ്ഥർ മോഹൻലാലിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളായിട്ട് ചേരുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഈ ആനക്കൊമ്പ് കേസിൽ മോഹൻലാൽ മാത്രമല്ല, ഏതൊരു കൊമ്പാ പുലിയ നേക എന്തൊരു കേസിൽ നമ്മുടെ വേടൻ കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. ആനക്കൊമ്പ് കേസ് കുറെ മുമ്പുള്ളതാ. കുറെ ആനകളുടെ കൊമ്പുകളൊക്കെ മോഹൻലാലിന്റെ വീട്ടിൽ തരാം. മൂപ്പർക്ക് ആനകളെ ഇഷ്ടമല്ല, ആനകളുടെ കൊമ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആന്റിക് സാധനങ്ങൾ. അങ്ങനെ ആനക്കൊമ്പുണ്ടാക്കിയ 2 ആനക്കൊമ്പ് ഇങ്ങനെ നിൽക്കണു. ആനക്കൊമ്പോടുണ്ടാക്കിയ കൃഷ്ണവിഗ്രഹങ്ങൾ, ആനക്കൊമ്പോടുണ്ടാക്കിയ അത് ഇത് മറ്റ് മറിച്ച് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മോഹൻലാലിന്റെ വീട്ടിലുണ്ട്. ഏകദേശം 11ഓളം ആനക്കൊമ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ മോഹൻലാലിന്റെ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ മൂപ്പര് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. 100% മൂപ്പര് ജയിലിൽ പോയി കിടക്കില്ല. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് പൊതുമാപ്പ് പറഞ്ഞാൽ മതി. മൂപ്പരിങ്ങനെ പൊതുവെ ക്ഷമിക്കുക, മാപ്പ് നൽകുക. ആനക്കൊമ്പ് എനിക്കിതിങ്ങനെ കൈവശം വെക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാനത് വെച്ചുപോയി, എനിക്ക് മാപ്പ് നൽകുക നാട്ടുകാരെ എന്ന് പറഞ്ഞാൽ മതി. നോക്കാം. കാലമായുള്ള വിവാദങ്ങളാണ്, അതിന് പരിസമാപ്തിയാകുമോ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ? മാധു, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 15 വർഷത്തോളമായി കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പിന്റെ ഒറ്റത്തവണ പൊതുമാപ്പ് എന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നടൻ മോഹൻലാൽ അപേക്ഷ നൽകിയത്. ഇത് പ്രകാരം 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളും കയ്യിലുണ്ട് എന്നാണ് മോഹൻലാൽ വനംവകുപ്പിന് നൽകിയ വിവരം. ഇത് പരിശോധിക്കാൻ വേണ്ടി വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മോഹൻലാലിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഇനി റിപ്പോർട്ട് കൈമാറി തുടർ നടപടിയിലേക്ക് കടക്കും എന്ന കാര്യം ഉറപ്പാണ്. 2011 ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോഴാണ് അപ്പൊ എന്റെ അഭിപ്രായം, എന്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതേപോലെ തന്നെ ഒരു പൊതുമാപ്പ് വേടനും കിട്ടുമായിരിക്കുമല്ലോ. മോഹൻലാൽ മാപ്പ് പറയുന്നു, വേടന് ഇതേപോലെ തന്നെ പറയാ. എന്തായാലും ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഞാനും പൊതുമാപ്പ് പറയാൻ തയ്യാറാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാനും പൊതുമാപ്പിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പൊതുമാപ്പ് വഴിയാണ്ട് കൊടുത്തവരെ. എനിക്കിത് അറിയില്ലായിരുന്നു. ഏതൊരുത്തും എനിക്ക് തന്ന സമ്മാന ഇത്. കൊമ്പോ ചക്ക വാങ്ങിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൊമ്പണിഞ്ഞവർ വേടനും മോഹൻലാൽ മാത്രമല്ല, കുറെ പേര് വേറെയും ഉണ്ട് കേട്ടോ. കുറെ പേരുണ്ട് കേട്ടോ. ലവന്മാരുടെ നേർക്കൊക്കെ ശരിക്കും അന്വേഷണം വരണം. വരൂല, വേറെ കാര്യം വരൂല. ബൈ.